ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ആപ്പിൾ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം നമ്മളെ ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾക്ക് റിപ്ലൈ അയച്ചിട്ട്, അതായത് നമുക്ക് മെസ്സേജ് ഇട്ടിട്ട് പെട്ടെന്ന് റിപ്ലൈ വരുന്നില്ല, അല്ലെങ്കിൽ അവർ ഓർഡർ ചെയ്യാൻ പോകുമ്പോഴേക്കും അത് സ്റ്റോക്ക് ഔട്ടായി പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സൈറ്റ് ഓൺലൈൻ സൈറ്റ് ആക്കി ഇരിക്കുകയാണ് ഇപ്പോൾ. ഓർഡേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് സൈറ്റ് വഴി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ സൈസ് അനുസരിച്ച്, കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ബുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ സൈസ് എം ആണ്, അതിലിപ്പോൾ എല്ലേ ഉള്ളൂ, ലാർജ് സൈസേ കാണിക്കുന്നുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ ലാർജ് ബുക്ക് ചെയ്തിട്ട് അത് ഓൾട്ടർ ചെയ്താൽ കൂടി നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നെക്കും ബാക്കി സ്ലീവ് ലെങ്ത് എല്ലാം തന്നെ സെയിം ആയിരിക്കും, ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ. ജസ്റ്റ് സൈസിൻ്റെ ആ ഒരു ഇടം, ചെസ്റ്റിൻ്റെ സൈസും സ്ലീവിൻ്റെ ആ ഒരു സൈഡിൽ മാത്രം ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് www.applefab.in എന്നാണ് കേട്ടോ. ഇതിൽ സ്പേസ് ഒന്നും തന്നെ ഇല്ല. ഈ www. എന്നുള്ളത് ഇല്ല. ഇപ്പം applefab.in അടിച്ചാലും നിങ്ങൾക്ക് സൈറ്റ് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇതുപോലെ അടിച്ചു കൊടുക്കുക സൈറ്റിൻ്റെത്. അപ്പം ഇങ്ങനെയായിരിക്കും ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ ഓപ്പൺ ആയിട്ട് വരുന്നതിൽ ഫസ്റ്റ് തന്നെ ഷോപ്പ് ദി കളക്ഷൻ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു സെർച്ച് ബട്ടൺ കണ്ടോ, ഇങ്ങനെ ഒരു സെർച്ച് ബട്ടൺ കൂടിയുണ്ട് കേട്ടോ. ഈ സെർച്ച് ബട്ടൺ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റിന് ഓരോ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ A121 എന്നാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കോഡെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെറുതെ സെർച്ച് ചെയ്യണ്ട, റെഡി സ്റ്റോക്ക് ഇത് സെലക്ട് ചെയ്ത് അങ്ങനെയൊന്നും സെർച്ച് ചെയ്യണ്ട. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ സെർച്ചിൽ A121 എന്ന് അടിക്കുമ്പോഴേക്കും ആ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ അതിൽ വരുന്നതായിരിക്കും കേട്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് കളറും സൈസും ഒക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അതല്ല ഇനിയിപ്പോൾ റെഡി, ഇപ്പോൾ കണ്ടോ വന്നിട്ടുള്ളത് കണ്ടോ, A121 പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോൾ അത് സെർച്ച് ചെയ്തപ്പോൾ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ഇത് വന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ വരും കേട്ടോ, ഏത് സൈസ് ഉണ്ട്, ഏതാ കാര്യങ്ങൾ എന്നുള്ളത്. ഇതിപ്പോൾ സോൾഡ് ഔട്ടായി, അതുകൊണ്ടാണ് വരാത്തത് കേട്ടോ. അപ്പം സാധാരണ രീതിയിൽ ഇതിൻ്റെ സൈസ്, ഇതിൻ്റെ ഏതൊക്കെ കളേഴ്സ് ഉണ്ട് അത് അവൈലബിൾ ആയിരിക്കും അതിൻ്റെ താഴെ. അതല്ലാന്നാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ വേറെ കളർ കാണിച്ചിട്ടില്ലെങ്കിൽ വേറെ കളറിലുള്ളത് നമ്മൾ വേറെ ഫോട്ടോ ആയിട്ട് വേറെ പ്രൊഡക്റ്റ് കോഡിൽ റെഡി സ്റ്റോക്കിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം ഇങ്ങനെയാണ് സെർച്ച് എടുക്കുക, അതിൽ കോഡ് എടുക്കുക. ഇനി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് റെഡി സ്റ്റോക്ക് ഫുള്ളും ഇപ്പം ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പേജ് വരും, പാർട്ടി വെയർസ്, ഷോപ്പ് ദി കളക്ഷൻ എന്നുള്ളത് വരും. അതിന് താഴേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ റെഡി സ്റ്റോക്ക്, റൈറ്റ് സൈഡിൽ പ്രീ ബുക്കിങ്ങിന്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ റെഡി സ്റ്റോക്കിലാണ് നമ്മളുടെ ഈ 599, 699, 799 ഇതൊക്കെ വരുന്ന ആ റേറ്റിൽ വരുന്ന കുർത്തീസ് അതിലായിരിക്കും കേട്ടോ വരുന്നത്. പ്രീ ബുക്കിങ്ങിൽ വരുന്നത് ലെഹങ്ക, കസ്റ്റമൈസ്ഡ് ഡ്രസ്സ്, അങ്ങനെയുള്ള, അതായത് വിത്ത് ഷോളോട് കൂടി, വിത്ത് ബോട്ടം, അങ്ങനെയുള്ള കസ്റ്റമൈസ്ഡ് ഡ്രസ്സ് ആയിരിക്കും കേട്ടോ പ്രീ ബുക്കിങ്ങിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് പ്രീ ബുക്കിങ്ങിൽ എടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് അയച്ച് തന്നാലും മതി. എന്നിട്ട് അങ്ങനെ വാട്സപ്പിലൂടെ തന്നെ കസ്റ്റമൈസ്ഡ് ചെയ്ത് ഓർഡർ എടുക്കാവുന്നതാണ്. സൈറ്റിൽ തന്നെ ഓർഡർ എടുക്കണമെന്നില്ല. ഇനി റെഡി സ്റ്റോക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് റെഡി സ്റ്റോക്കിൻ്റെ ഇത് വരുന്ന ഫസ്റ്റ് കാണുന്നത്. ആ ബ്ലൂ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നില്ലേ, അതാണ്. അതിൽ താഴെ കൊടുത്തിട്ടുണ്ട് റെഡി സ്റ്റോക്ക്. ഇപ്പൊ 5 പ്രൊഡക്റ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഇന്നാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി മൺഡേ മുതൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിലെല്ലാ പ്രൊഡക്ട്സും തന്നെ ആഡ് ആക്കുന്നതാണ്. ഇതുണ്ടോ റെഡി സ്റ്റോക്കിൽ ഫസ്റ്റ് കാണിക്കുന്നത്, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. നെക്സ്റ്റ് ഗ്രീനും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, അത് കാണിച്ചിട്ടില്ല, കാണിക്കും കേട്ടോ. അങ്ങനെ ഇതിൽ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത്, ഇപ്പൊ എക്സാമ്പിള് നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കളർ കുർത്തി ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ചിലപ്പോൾ ഇത്തിരി സ്ലോ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് പേജ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സൈസ് എം ആണെങ്കിൽ എം സെലക്ട് ചെയ്യുക. ആഡ് ടു കാർട്ടിലോട്ട് ഇടുക. ആഡ് ടു കാർട്ടിൽ ഒന്നില്ലെങ്കിൽ മുകളിൽ തന്നെ വ്യൂ കാർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലാന്നാണെങ്കിൽ ഇവിടെ ഒരു ബാഗ് പോലെ ഉണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൽ ഞാൻ ഓൾറെഡി ഒരു ബ്ലൂ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അത് മുകളിൽ വന്നിട്ടുള്ളത്. ഈ ബ്ലാക്ക് താഴെ വരും 599. മുകളിലത്തെ ഇത് മാറ്റിയാൽ അത് പോകുന്നതാണ് കേട്ടോ. അപ്ഡേറ്റ് കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ 2 പ്രൊഡക്റ്റ് ഇട്ട് പറഞ്ഞാൽ വേണ്ടാന്നാണെങ്കിൽ അത് ആ ഒരു ഇത് കളഞ്ഞിട്ട്, നമ്പർ കളഞ്ഞിട്ട് അപ്ഡേറ്റ് കാർട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 599 എന്നുള്ളത് വന്നു സബ് ടോട്ടല്.
ഇനി ഷിപ്പിംഗ്, ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ ഡേയ്സിൽ അയക്കാനാണെങ്കിൽ, അതായത് 5 to 10 വർക്കിംഗ് ഡേയ്സിൽ പ്രൊഡക്റ്റ് അയച്ചാൽ മതി എന്നാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് എക്സ്പ്രസ് ആയിട്ട് അയക്കണം, എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 2 ഡേയ്സിലൊക്കെ അയക്കണം എന്നാണെങ്കിൽ എക്സ്പ്രസ് കൊറിയർ ചാർജ് വരും കേട്ടോ. അതിപ്പോൾ ജസ്റ്റ് ഞാൻ ഷിപ്പിംഗ് അഡ്രസ്സ് വെറുതെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു 100 വന്നിട്ടുള്ളത്. നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഇതനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും വരുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഫ്രീ ഷിപ്പിംഗ് മതി, 10 വർക്കിംഗ് ഡേയ്സിൽ മതിയെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? എമർജൻസി ആയിട്ട് വിത്തിൻ 2 ഡേയ്സിലൊക്കെ അയക്കണം എന്നാണെങ്കിലാണ് നിങ്ങൾ എക്സ്പ്രസ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കാം, പ്രൊസീഡ് ടു ചെക്കൗട്ട്. അത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് എങ്ങനെയാണോ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് വെറുതെ എന്തോ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തുന്നുള്ളൂ. നിങ്ങളത് നിങ്ങളുടെ കറക്റ്റ് ആയിട്ട് തന്നെ ഫുള്ള് ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, പിൻകോഡ്, സ്റ്റേറ്റ് എല്ലാം തന്നെ കൊടുക്കുക കേട്ടോ. കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ടിക്ക് കൊടുക്കുക, പ്രൊസീഡ് ടു പേയ്മെന്റ്. അത്രയേ ഉള്ളൂ. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയാണോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫോൺ പേ ആണോ, പേടിഎം വഴിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഏത് ആപ്പ് വഴിയാണോ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സക്സസ്ഫുൾ ആയതിനു ശേഷം ആ ഒരു ആപ്പ് ക്ലോസ് ചെയ്യുക. വീണ്ടും പഴയയിലോട്ട് നമ്മളുടെ ആ ഒരു ഇതെടുക്കുക, സൈറ്റ് എടുക്കുക. ആ സൈറ്റിൽ താഴെ പ്രോസസ്സിംഗ് എന്ന് കാണിക്കും. അതിൽ 3, 2, 1, 0 എന്ന് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഓർഡർ കൺഫേംഡ് ആവുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ ലാസ്റ്റ് നെക്സ്റ്റ് വരുന്നത് താഴെ കൺഫേം എന്നുള്ളതായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സ്ക്രീൻ കാണാം. ഇതിൽ നിങ്ങളുടെ ഓർഡർ ഡീറ്റെയിൽസ്, നിങ്ങൾ ഏത് ഡ്രസ്സാണോ ബുക്ക് ചെയ്തത് ആ ഒരു ഡ്രസ്സ്, കളറ്, നിങ്ങളുടെ അഡ്രസ്സ് എല്ലാം ഇതിൽ വരുന്നതായിരിക്കും കേട്ടോ. ഇതിൽ ഏറ്റവും മുകളിലായിട്ട് ഓർഡർ ID എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ആ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അല്ലാന്നാണെങ്കിൽ ഈ ഒരു ഇൻവോയ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും കേട്ടോ. താഴെ തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് ഇടാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നിട്ടും മനസ്സിലായില്ല എന്നാണെങ്കിൽ ട്വിങ്കിളിൽ മെസ്സേജ് പറയാവുന്നതാണ്. ട്വിങ്കിൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൾ ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഇത് എത്രത്തോളം പേര് ഈ വീഡിയോ കാണുന്നുള്ളത് അറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എത്രത്തോളം പേര് ഇത് കാണുന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അറിയാൻ പാടില്ലാത്തവർക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ അതുപോലെ നിങ്ങൾ ഈ പേയ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ ഫോൺ ചെയ്ത് വിളിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് ഉണ്ടായിരിക്കും. കാരണം നമ്മൾക്ക് വാട്സപ്പ് ഒട്ടും അയക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിങ്ങനെ സൈറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഒത്തിരി മെസ്സേജ് ഉള്ളതിൽ നിന്ന് കുറച്ച് മെസ്സേജ് ആക്കിയിട്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും മെസ്സേജ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. അത്രയും പേർക്ക് നമുക്ക് റിപ്ലൈ കൊടുത്ത് തീർക്കാൻ പറ്റില്ല. റിപ്ലൈ കൊടുത്ത് തീരുമ്പോഴേക്കും ചിലപ്പോൾ ആദ്യം മെസ്സേജ് അയച്ചവർക്ക് പ്രൊഡക്റ്റ് കിട്ടില്ല, സോൾഡ് ഔട്ട് ആയി പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ അപ്പോൾ ഈ ഒരു സൈറ്റ് വരുമ്പോഴേക്കും നമ്മളുടെ മെസ്സേജ് കുറച്ച് കുറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക് ഡീൽ ചെയ്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് വേണ്ട സർവീസ് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ ട്വിങ്കിളിന് വാട്സപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, സൈറ്റ് വഴി നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയും കൂടി കിട്ടാനായിട്ട് അത് ഹെൽപ്പായിരിക്കും. കാരണം എന്താ വെച്ചാൽ ജെന്യൂൻ അല്ലാത്ത കസ്റ്റമേഴ്സും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. അവർ വെറുതെ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ടൈം വേസ്റ്റ് ആവും. ജെന്യൂൻ ആയിട്ടുള്ളവർ അവിടെ പെൻഡിങ് ഇങ്ങനെ നിൽക്കായിരിക്കും, വെയിറ്റ് ചെയ്യായിരിക്കും നമ്മളുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സൈറ്റ് കൊണ്ട് സാധിക്കും. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കമൻറ്റ് ബോക്സ് ആയാലും വായിക്കുമ്പോൾ ഇത് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഓർഡർ ചെയ്തവരും നമുക്ക് കമൻസ് ഇടാറുണ്ട്, ചെയ്യാത്തവരായാലും. ഞാൻ ഒരിക്കലും നിർബന്ധം പറയുന്നില്ല നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കണം എന്ന്. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു കമൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ആവശ്യം. അതൊരു 10 പേരെങ്കിലും 10 പേര്, അത്രയും നമുക്ക് സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോസിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പരാതിയൊക്കെ തീർന്നു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.